നമുക്കിന്ന് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടാലോ. ഒരു ബ്രെഡ് എടുക്കാം. അതിനകത്തെ വൈറ്റ് ഭാഗം സ്ക്വയർ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ബ്രൗൺ ഭാഗവും മാറ്റി വെക്കണേ. രണ്ട് നമുക്ക് ആവശ്യമുണ്ട്. നന്നായി പഴുത്ത 2 ചെറുപഴം, അതും നമുക്ക് വട്ടത്തിലരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുക്കാം. അതിനകത്തേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കെടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കാം. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചേക്കുന്ന ബ്രൗൺ ഭാഗമുള്ള ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കണേ. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പഴവും കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ വൈറ്റ് ഭാഗവും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. നല്ല പോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള മിക്സും പഴവും കൊണ്ട് നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കിട്ടിയില്ലേ. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണേ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് സ്നാക്സ് ബോക്സിലും കൊടുത്തു വിടാവുന്നതാണ്.